സെക്കൻഡ് ഡേ ആരംഭിക്കുകയാണ്. ഇന്നലെ കൊളറാഡോ ഒക്കെ കറങ്ങി. ഇന്ന് ഞങ്ങൾ സെക്കൻഡ് ഡേയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ആർച്ചി നാഷണൽ പാർക്കിലേക്ക് യൂത്തായിലുള്ള ആർച്ചി നാഷണൽ പാർക്കിലേക്ക് പോവുകയാണ്. ഞങ്ങളെല്ലാവരും ഉണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ട് രാവിലെ ready to go. All right. Ready to go. Timmy-chan, Daddy, Mr. Roy. Come on. അതുപോലെ തന്നെ വിശപ്പിൻ്റെ വിളിയായതുകൊണ്ട് ഇന്ന് ഐശ്വര്യമായിട്ടങ്ങ് തുടങ്ങി. പിന്നെ ഞങ്ങൾ 2 വലിയ കല്ലുമലകളുടെ നടുക്കൂടെ ഇങ്ങനെ പോവുകയാണ്. അതിൻ്റെ ഒരു സൈഡിൽ റെയിൽവേ ട്രാക്കും നല്ല റിവറും ഉണ്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾ യൂട്ടായിലെത്തി. എന്നിട്ട് ഞങ്ങൾ ആദ്യമേ തുടങ്ങിയത് ആർച്ചീസ് നാഷണൽ പാർക്ക്. ഫുള്ള് റെഡ് എന്ന് പറഞ്ഞാൽ മൊത്തം റെഡ്. യൂറ്റ ഈസ് ദ സെക്കൻഡ് ഡ്രൈസ്റ്റ് സ്റ്റേറ്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആഫ്റ്റർ നെവാഡ. അങ്ങനെ സെനിക് ഡ്രൈവിലൂടെ ഫൈനലി ഞങ്ങൾ ആർച്ചീസ് നാഷണൽ പാർക്കിൻ്റെ മുകളിലെത്തി. ഹായ്, ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മുടെ യൂത്തയിലുള്ള ആർച്ചീസ് നാഷണൽ പാർക്കിലാണ്. ഞങ്ങൾക്ക് കാണാം, ഇത് ഒരു നാഷണൽ പാർക്ക്. ഡ്രൈവ് ത്രൂ ചെയ്യാനുള്ള ഒത്തിരി സ്പോട്ടുള്ള സ്ഥലമാണ്. ഇതൊരു റെഡ് റോക്സിന്റെ ഒരു പറുദീസയാണ്. നമ്മളിവിടെ വന്ന് ഇത് കണ്ടോ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ പതുക്കെ എല്ലാവരും കറങ്ങിക്കോ. നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ കണ്ടോ, റോയ് സാർ വെള്ളയിട്ട് നിൽക്കുന്നു. കുട്ടികളെല്ലാം ഉണ്ട്. ഡാഡി പുറകിലുണ്ട്, മമ്മിയുണ്ട്, ഊനച്ചിയുണ്ട്, ജെയിംസ് സാറുണ്ട്. ഇനി സീന ചേച്ചി പുറകിലുണ്ട്, ഒളിച്ചു നിൽപ്പുണ്ട്. ഇനി സീനറി കാണിക്കാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറിയാണ്. ടു ഹൈ. നിങ്ങൾക്ക് ഇപ്പൊ കാണാം. നിങ്ങൾ താഴെ കൂടി നിങ്ങളുടെ വണ്ടികൾ പോകുന്നു, ഹൈവേ പോകുന്നു. അടിപൊളി വ്യൂ, ചിന്തിക്കാൻ പറ്റാത്ത വ്യൂ. അടിപൊളി വ്യൂ. യാ, മണ്ട എങ്ങനെ ഇത് ഈ എന്റെ എന്റെ ഇതല്ലേ എന്റെ അങ്ങനെ 15 ഡിഗ്രിയും 25 ഡിഗ്രിയും 90 ഡിഗ്രിയും ഒക്കെ തിരിഞ്ഞവരുടെ വീഡിയോയും ഫോട്ടോയും എടുത്ത് ഞങ്ങൾ മണ്ടയും താഴെയും എല്ലായിടത്തും നല്ല കവറേജ് നൽകി ഞങ്ങളിങ്ങനെ കണ്ട് രസിച്ചു. ഫൈനലി നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി, ഞങ്ങൾ പോയ വണ്ടി കാണണ്ടേ. ഇതായിരുന്നു ഞങ്ങളുടെ പറക്കം തളുക. പക്ഷേ ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ ഫുൾ 10 ദിവസം നല്ല അടിച്ചു പൊളിച്ച് ആ വണ്ടി ഞങ്ങളെ എല്ലായിടത്തും സമയത്ത് തന്നെ എത്തിച്ചു. ഒരു പണിമുടക്കം വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മോളോട്ടിക്കും ഒരു വ്ളോഗ് ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. Hi guys, this is back to second day of the trip, and now, like I told you guys, that we are going to Archie's National Park. Now we are actually here and it's amazing. So yeah, this is Archie's National Park. ഏറ്റവും ഉയരത്തിലേക്ക് ചെല്ലുമ്പോൾ 5653 ഫീറ്റാണ് അതിൻ്റെ എലിഫൻറ്റ് ബട്ട് എന്ന് പറയുന്ന ആ പോയിന്റിൽ. താഴെ നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുന്ന നിരപ്പെന്ന് പറയുമ്പം ജലസമുദ്രത്തിൽ നിന്നും 4085 ഫീറ്റ്. അങ്ങനെ എല്ലാവരും അവരവരുടെ ഫോണിൽ അവരവരുടെ രീതിക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് തിരിഞ്ഞും മറിഞ്ഞും കമത്തിയും താത്തിയും പൊക്കിയും ഒക്കെ എടുത്ത് ഞങ്ങളങ്ങ് എൻജോയ് ചെയ്തു. എൻ്റെ അമ്മച്ചിയെ, ഈ സ്ഥലം എന്ന് പറഞ്ഞാണ്ടല്ലോ നല്ല 1.5 ഡ്രൈ ലാൻഡാട്ടോ, നമ്മുടെ മരുഭൂമിയൊക്കെ പോലെ. എന്തായാലും അങ്ങനെ ഞങ്ങൾ അതിൽ കുറേ വെള്ളം കുടിച്ച് കറങ്ങി നടന്ന് ഞങ്ങൾ കുറേ തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കോട്ടും എല്ലാം തിരിഞ്ഞ് കുറേ ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങളങ്ങനെ ഹാപ്പിയായി. പിന്നെ ലൈഫ് ടൈമിൽ എപ്പോഴും വരുന്നൊരു സ്ഥലമല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഒട്ടും കുറച്ചില്ല, നല്ല കാര്യമായിട്ട് തന്നെ ഫോട്ടോസൊക്കെ അങ്ങ് എടുത്തു. നമ്മൾ മെമ്മറീസ് ഉണ്ടാക്കാനാണല്ലോ നമ്മൾ മെയിനായിട്ട് ട്രാവൽ ചെയ്യുന്നത്. ഈ ട്രാവൽ ചെയ്യുമ്പോഴല്ലേ നമ്മൾ എപ്പോഴും ആൾക്കാർ നല്ലൊരു ബോണ്ടിങ് ഉണ്ടാകുന്നത്. അങ്ങനെ എന്തായാലും ഞങ്ങൾ തെക്കും വടക്കും ഒക്കെ നിന്ന് സൺഗ്ലാസും വെച്ച് നല്ല ഫോട്ടോസ് എടുത്തു. പക്ഷേ ഇവിടുന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും എല്ലാവരും ഒരു പരുവായിട്ടോ, നല്ല ഡ്രൈ ആയി, എല്ലാവരും കരിഞ്ഞ് ഉണങ്ങിപ്പോയി. അത് കഴിഞ്ഞ് രാവിലത്തെ ഐഹാപ്പൊക്കെ അങ്ങ് ദഹിച്ചു പോയിട്ട് വിശപ്പിൻ്റെ വിളി നല്ല ആഞ്ഞു മുട്ടി. ഊത്താ വഴി ഒന്ന്
ഒരു റെസ്റ്റോറന്റ് അല്ല, ഒരു ഇച്ചിരി ഒരു കുഞ്ഞ പാർക്കിംഗ് ഏരിയ. അവിടെ കയറിയിട്ട് ഞങ്ങൾ ഇറച്ചിക്കറി വെച്ചിട്ടുണ്ട്. ഇറച്ചിക്കറി വെക്കുന്നു, കഞ്ഞി വെക്കുന്നു, പിന്നെ പുളിശ്ശേരി എല്ലാ കൂട്ടവും ഉണ്ട്. ഞങ്ങളുടെ വണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ എൻജോയ് ചെയ്യുകയാണ്. ഇത് കഞ്ഞി വെക്കുന്നു, അതിന് ഐശ്വര്യമായിട്ട് ഇപ്പൊ തീ കത്തിക്കാൻ പോകുന്നു. ഉണ്ടോ കുടുംബത്തിൽ അമ്മ കത്തിക്കുന്നു. ഉണ്ടോ വിളക്ക് കത്തിച്ചു ആണ്ടി. The owners. ഓ ആ അടുപ്പിൽ തീ വന്നപ്പോഴത്തേക്കും എല്ലാവരുടെ സന്തോഷം നിങ്ങൾ കേട്ടല്ലോ. അത്രയ്ക്ക് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു നമ്മുടെ കഞ്ഞിയും പയറും ചമ്മന്തിയൊക്കെ കൂട്ടി ഒരു അടിപൊളി ഡിന്നർ അടിക്കാൻ. കുറച്ച് ദിവസമൊക്കെ പുറത്തുനിന്ന് കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ മടുക്കുമല്ലോ. പിന്നെ എന്തെന്ന് വന്നാലും നമ്മൾ മലയാളികളല്ലേ, നമ്മൾ അവസാനം തിരിഞ്ഞ് കഞ്ഞിയിലെത്തും. ഇത് കണ്ടോ എല്ലാവരും ക്ഷമയോടിരിക്കുന്നത് കാണാമല്ലോ. ആ ചീറ്റതങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എല്ലാവരുടെയും ക്ഷമ വിട്ടു. അങ്ങനെ ഡാഡി ആദ്യമേ എടുത്തു. നല്ല സൂപ്പർ കഞ്ഞി എന്നും പറഞ്ഞ് ഡാഡി അത് ആഞ്ഞു പിടിച്ച് കഴിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ റോയിച്ചട്ടായി കഴിച്ചു. പിന്നെ ലൈനായിട്ട് കൊച്ചു പിച്ചയടക്കം എല്ലാവരും നല്ല സ്മൂത്തായിട്ട് കഞ്ഞി കുടിച്ചു. അല്ലെങ്കിൽ നമ്മുടെ പിള്ളേർക്കൊക്കെ ഇവിടുത്തെ സീരിയലും സാൻഡ്വിച്ചും ഒക്കെ അല്ലാതെ കഴിക്കത്തില്ല. ഇതേ നോക്കിക്കോ, എൻ്റെ മോളൊക്കെ നല്ല സൂപ്പറായിട്ട് കഞ്ഞി കുടിക്കുന്നത് കണ്ടോ. അങ്ങനെ ഇളക്കി എന്തായാലും അങ്ങനെ ഒരു പരാതിയും കൂടാതെ എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് വയറ് നിറച്ച് ഡിന്നർ അടിച്ചു വന്ന്. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഒരു ഫോട്ടോ എടുത്തിട്ട് അന്ന് വൈകിട്ട് ഒരു ഹോട്ടലിൽ പോയി കിടന്നു.